തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷയിൽ അവസാനം ഈശോയുടെ ചങ്ക് നിറഞ്ഞു നിന്ന ചിന്ത ദൈവരാജ്യം എന്നതാണ്. ഈശോയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതായ വിവരണം സുവിശേഷകന്മാർ നൽകുമ്പോൾ അവർ പറയുന്ന ഇപ്രകാരമാണല്ലോ. മർക്കോസ് 1-14-15 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു, യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പിന്നീട് ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ 3 വർഷക്കാലത്തെപ്പറ്റി വിവരിച്ച് സുവിശേഷകന്മാർ നീങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ്, അവിടെയും സുവിശേഷകന്മാർ അടിവരയിട്ട് പറയുന്ന കാര്യം, ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 9-35 ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കുരിശുമരണത്തിനും ഉത്ഥാനത്തിനു ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പുള്ള 40 ദിവസങ്ങളിൽ ഈശോ പഠിപ്പിച്ചതും ദൈവരാജ്യത്തെക്കുറിച്ചാണ് എന്ന് അപ്പോസ്തല പ്രവർത്തനം 1:3 നാം വായിക്കുന്നു. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈശോയുടെ ഉള്ള് നിറഞ്ഞു നിന്ന ഈ ഒരു ചിന്ത, ദൈവരാജ്യം, അതേപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായി ഈശോ കണ്ടത് പിശാചിനെയാണ്, സാത്താനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും, അല്ലെങ്കിൽ ഒരു നരകരാജ്യത്തെയാണ്. അവിടുന്ന് മത്തായി 12:28 നാം വായിക്കുന്നു. അവിടുന്ന് വ്യക്തമാക്കുന്നു, ദൈവ ആത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈശോ പ്രഘോഷിച്ച ഈ ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലുള്ള ഏറ്റവും സുനിശ്ചിതവും ആധികാരികവുമായ അടയാളവും വേദിയും സാന്നിധ്യവും തിരുസഭയാണ്. ഈ തിരുസഭയെ താൻ സ്ഥാപിക്കും എന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്നതായ ആദ്യ രംഗം മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ കേസറിയ ഫിലിപ്പിൽ വെച്ച് പത്രോസിനോട് സംസാരിക്കുമ്പോൾ അവിടെ ഈശോ പറഞ്ഞല്ലോ, പത്രോസിനോട്, കേപ്പാ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അവിടുന്ന് പെട്ടെന്ന് തന്നെ കൂട്ടിച്ചേർത്തു, നരകത്തിൻ്റെ കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇപ്പം സഭയ്ക്കെതിരെയുള്ള ശക്തമായ എതിർപ്പിൻ്റെ, ഉപദ്രവത്തിൻ്റെ, ആക്രമണത്തിൻ്റെ, ശത്രുതയുടെ തലമായിട്ട് ഈശോ അവിടെ അടിവരയിട്ട് കാണിക്കുന്നത് നരകത്തെയാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ ഈശോ ശെമയോനോട് ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നു, ശെമയോൻ, ശെമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കൊഴിക്കാൻ ഉദ്യമിച്ചു. അന്ന് ശെമയോന് അത് കേട്ടപ്പോൾ മനസ്സിലായില്ല. പിന്നീട് ഗത്സമേൻ തോട്ടത്തിൻ്റെ അനുഭവം കഴിഞ്ഞ് തീ കായുന്നിടത്ത് എത്തിയപ്പോൾ ശെമയോൻ പത്രോസിൻ്റെ മനസ്സിലായി സാത്താൻ്റെ ഉദ്യമം എന്തുമാത്രം ഉപദ്രവം ചെയ്തുവെന്ന്. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം സഭാ തലവനായിട്ട് ശുശ്രൂഷ ചെയ്യവേ തൻ്റെ സഭാമക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് എഴുതി. 1 പത്രോസ് 5:8 നാം വായിക്കുന്നു, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു എന്ന്. പത്രോസിനെ വീഴിക്കാൻ ഉദ്യമിച്ച പിശാച് ദൈവജനത്തെ, ദൈവമക്കൾ ഓരോരുത്തരെയും വീഴിക്കാനായിട്ട് ഒരു അലംഭാവം കാണിക്കുകയില്ല എന്ന് പത്രോസിന് ഉറപ്പായിരുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ മുന്നറിയിപ്പ് തരുന്നുണ്ട്. 2014 ഏപ്രിൽ 11 പ്രഭാത വിചിന്തനത്തിൽ പാപ്പ തെളിച്ചു പറഞ്ഞു, പിശാച് എന്നത് മക്കളെ ഒരു പഴങ്കഥയല്ല. ഈ 21-ാം നൂറ്റാണ്ടിലും പിശാചുണ്ട്. അവൻ പ്രവർത്തന നിരതനാണ്. അവനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മാർഗങ്ങൾ, പാഠങ്ങൾ സുവിശേഷത്തിൻ്റെ പേജുകളിൽ നിന്ന് നാം ഇന്ന് പഠിക്കണം. എഫേസ്യസ് ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ
സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ പൗലോസ് അപ്പോസ്തലനും ആഹ്വാനം ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ ഈ ഒരു പ്രബോധന പരമ്പരയിലൂടെ, വചന വിചിന്തനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായിട്ട് ഈശ്വര കാൽക്കൽ ഇരിക്കുകയാണ്. ലൂക്ക 8:10 നാം വായിക്കുന്നല്ലോ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. ആ വരം നമുക്ക് അറിഞ്ഞ് സ്വീകരിക്കുവാനായിട്ട് ഈശ്വര പാദങ്ങളിൽ ഇരിക്കാം. ഏകദേശം 20 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1998 ഞാൻ പാലായിൽ ലാലം പുത്തമ്പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം പങ്കുവെക്കുകയാണ്. കുറേ വർഷങ്ങളായി എനിക്കറിയാമായിരുന്ന ഒരു കുടുംബം ആ ഇടവകയ്ക്ക് പുറത്തുനിന്നുള്ളതാണ്. ആ കുടുംബനാഥൻ എന്നെ ഒരു ദിവസം വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് എന്തോ അസ്വസ്ഥതയാണ്. അവൾക്ക് നോർമലായ രീതിയിൽ വീട്ടിലെ ചുമതല നിർവഹിച്ചുകൊണ്ടായിരിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. അടുക്കളയിലെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവൾ നിരന്തരം പറയുന്നത് അവളുടെ ഉള്ളു നിറയെ പിശാചുക്കളാണ് എന്നാണ്. അകത്തുള്ള ഈ പിശാചുക്കളെ ഇറക്കി വിടാനായിട്ട് അവൾ തന്നെ പരിശ്രമിക്കുകയാണ്. ഇങ്ങനെ കാർക്കിച്ചു തുപ്പിയും ഓക്കാനിക്കാൻ നോക്കിയും അങ്ങനെയെല്ലാം ശ്രമിച്ചു. പക്ഷേ ഇത് പോകുന്നില്ല. ഏതാനും ദിവസങ്ങൾ അങ്ങനെ തുടർന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമം തെറ്റി, താളം തെറ്റി. അപ്പോഴാണ് അദ്ദേഹം, ഭർത്താവ് എന്നെ വിളിക്കുന്നത്, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുപോവാം. അവർ വന്നു. എൻ്റെ പക്കൽ വന്നിരുന്ന ഈ സഹോദരി തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പങ്കുവച്ചു. പക്ഷേ അന്ന് 20 വർഷം മുമ്പ് ആ സഹോദരി പറഞ്ഞതായ ഈ കാര്യങ്ങൾ എനിക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അവർ പറയുന്നത് അവരുടെ ഉള്ളു നിറയെ പിശാചുക്കളാണെന്ന്. പിശാചുക്കൾ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ട് എന്നൊരു ബോധ്യം യഥാർത്ഥത്തിൽ അന്ന് എനിക്കില്ല. സെമിനാരിയിൽ സിസ്റ്റമാറ്റിക് തിയോളജി പഠിപ്പിച്ചിരുന്ന ക്ലാസ്സുകളിലൊന്നും പിശാച് എന്നൊരു സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതൊക്കെ ചില പഴയ ചിന്തകളാണ്, ചില പഴയ നിയമകാലഘട്ടത്തിൻ്റെ ആശയങ്ങൾ പുതിയ മുതൽ കയറി കിടക്കുന്നു എന്നേ ഉള്ളൂ. സൈക്കോളജിയും സൈക്യാട്രിയും മെഡിക്കൽ ഫീൽഡിൻ്റെ വളർച്ചയും ഒക്കെ വരി ഏത് പൈശാചിക ഉപദ്രവമെന്ന് പണ്ട് വിശേഷിപ്പിച്ചിരുന്ന കാര്യത്തെയും ഇന്ന് മറികടക്കാൻ സാധിക്കും. ഈ ഒരു ബോധ്യമാണ് എനിക്ക് അതുകൊണ്ട് ഉണ്ടായിരുന്നത്. ഈ സഹോദരി ഇങ്ങനെ വിഷമങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൗൺസിലിങ്ങിൻ്റെ രീതിയിൽ ഞാൻ ആ സഹോദരിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് മനഃശാസ്ത്രപരമായിട്ട് പരിശ്രമിച്ച് 2 മണിക്കൂർ സമയത്തോളം. അതുകൊണ്ടൊന്നും ആ സഹോദരിക്ക് ഒരു ആശ്വാസം ആകുന്നില്ല എന്ന് കണ്ടപ്പം ഉച്ചയായി, ഭക്ഷണം കഴിക്കാൻ സമയം ലേറ്റായി, ഇവരെ പറഞ്ഞു വിടാൻ ഒരു മാർഗവുമില്ല. അവസാനം ഞാൻ വിചാരിച്ചു ഈ സഹോദരിയെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണല്ലോ. ഞാൻ ആ സഹോദരിയെ കൂട്ടി, ഭർത്താവിനെയും കൂട്ടി പള്ളിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അല്പം ഒന്ന് പൊതുവായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു, ഈ സഹോദരി വീണ്ടും വീണ്ടും പറയുന്നത് ഉള്ളിൽ പിശാചുക്കളാണെന്നാണല്ലോ. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഇനി എന്തെങ്കിലും ആകട്ടെ, എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തു പോകട്ടെ എന്ന് മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ആ സഹോദരി തലയെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മൗനമായി എൻ്റെ ഉള്ളിൽ ഇപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശോയെ, ഈ സഹോദരിയുടെ ഉള്ളിൽ ഈ സഹോദരി പറയുന്നത് പോലെ എന്തെങ്കിലും പൈശാചിക അരുവികളെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അങ്ങയുടെ തിരുനാമത്തിൻ്റെ ശക്തിയാൽ അത് ഈ സ്ത്രീയിൽ നിന്നും പുറത്തിറങ്ങി പോകട്ടെ. ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞ് നിർത്തിയ ക്ഷണം ആ സഹോദരിയുടെ തല വല്ലാണ്ട് വയലൻ്റായി കുടഞ്ഞു. എൻ്റെ കൈ തലയിൽ നിന്ന് തെറിച്ചു പോകാൻ മാത്രം. കുത്താനായിട്ട് വരുന്ന ഒരു മൂരിക്കിടാവിനെ തലയിൽ പിടിച്ച് ഒതുക്കി നിർത്താൻ നമ്മൾ നോക്കിയാൽ എന്താണോ അനുഭവം, അതുപോലത്തെ ഒരു അനുഭവം. ഒരു നിമിഷം ഞാനൊന്ന് ഞടുങ്ങി. വീണ്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ സമയത്തതയോടുകൂടി ഞാൻ വീണ്ടും തലയിൽ കൈവച്ച് ഇങ്ങനെ സാധാരണ രീതിയിൽ ഈശോ ഈശോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വന്ന് അവർ കേൾക്കെ. എന്നിട്ട് വീണ്ടും മനസ്സുകൊണ്ട് മൗനമായി ഇതേ വാക്യം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു,
എന്തെങ്കിലും തിന്മയുടെ അരൂപികൾ ഈ സഹോദരൻ ഉണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ പുറത്തു പോകട്ടെ. കുരിശിൻ്റെ അടയാളവും ഞാൻ ആ സഹോദരൻ്റെ നെറ്റിയിൽ ആ സമയം വരച്ചു. വീണ്ടും അതേ പ്രതികരണം ആവർത്തിച്ചു. ഏതാനും പ്രാവശ്യം കൂടെ ഞാനിത് ഇങ്ങനെ പരീക്ഷണാർത്ഥം ചെയ്തു. അപ്പോഴെല്ലാം ഇതേ പ്രതികരണം ആവർത്തിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഈശോയുടെ നാമത്തിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട്, പക്ഷേ ഈ കുടച്ചിൽ കൂടുന്നതല്ലാതെ ഇറങ്ങിപ്പോകുന്നില്ല. ആ കുടച്ചിലിൻ്റെ കൂട്ടത്തിൽ ഒരു അലർച്ചയും കൂടെ വരാൻ തുടങ്ങി. പള്ളിമുറ്റത്ത് നിൽക്കുന്ന ചില അൾത്താര ബാലന്മാർ അവർ ഈ സ്വരം കേട്ടിട്ട് വന്ന് വാതിൽക്കൂടെ എത്തി നോക്കാൻ തുടങ്ങി. അപ്പോൾ അന്തരീക്ഷം ഭംഗിയാകുന്നില്ല എന്ന് തോന്നിയിട്ട് ഞാൻ നിർത്തി. എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. അന്ന് ഞാൻ ആഴ്ച തോറും എല്ലാ ചൊവ്വാഴ്ചകളിലും പ്രാർത്ഥനയ്ക്കായിട്ട് വാഗമൺ കുരിശുമല ആശ്രമത്തിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ചൊവ്വാഴ്ച ആശ്രമത്തിൽ ചെല്ലുമ്പം എൻ്റെ ആത്മീയ പിതാവായ മരിദാസ് അച്ഛനോട് ഇതേപ്പറ്റി ചോദിക്കാം, അച്ഛൻ പറയുന്ന പോലെ ചെയ്യാം എന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ഞാൻ ഈ ഭർത്താക്കന്മാരോട് ഞാൻ ഈ ഭാര്യയുടെ ഭർത്താവിനോട് പറഞ്ഞു, അടുത്ത ബുധനാഴ്ച നിങ്ങൾ വരിക, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. അന്ന് അവരെ അങ്ങനെ പറഞ്ഞു വിട്ടു. പിറ്റേ ചൊവ്വാഴ്ച ഞാൻ കുരിശുമല ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ചെന്നപ്പോൾ എൻ്റെ ആത്മീയ പിതാവിൻ്റെ പക്കൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അതെല്ലാം ശ്രദ്ധയോടെ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ വിപുലമായ ജീവിത ശുശ്രൂഷ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം എന്നോട് വളരെ കാഴ്ച കുറുക്കി 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, അച്ഛൻ രൂപത അധ്യക്ഷൻ്റെ പക്കൽ ചെന്നിട്ട് ഒരനുവാദം മേടിക്കണം, ഈ കാര്യം പറഞ്ഞ് ഒരാശീർവാദം വാങ്ങിക്കണം. രണ്ടാമത്തേത്, അച്ഛൻ തന്നെയും കുറേ ഇരുന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. മൂന്നാമതായിട്ട് മരിദാസച്ചൻ പറഞ്ഞു, ഇവർ വരുമ്പോൾ നേരെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കരുത്, കൈവച്ച് പ്രാർത്ഥിക്കുകയല്ല അതും ചെയ്യേണ്ടത്, അവരെ കുമ്പസാരത്തിന് ഒരുക്കി അവരെ കുമ്പസാരിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവിടെ തലയിൽ കൈവച്ച് ഈശോയുടെ നാമത്തിൽ തിന്മയുടെ അരൂപികളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ചു കൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുക. ഞാനന്ന് ചൊവ്വാഴ്ച ആ ദിവസത്തെ പ്രാർത്ഥന മുഴുവനും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അവിടെ നിയോഗം വെച്ച് ചെയ്തു. ഉപവാസവും പ്രാർത്ഥനയും ഒരു ദിവസത്തെ. സന്ധ്യയായപ്പോൾ ഞാൻ തിരിച്ചെത്തിയ ഉടനെ ഞാൻ അരമനയിൽ, കാരണം പിറ്റേ ദിവസം അവർ വരുമെന്ന് അറിയിച്ചിരിക്കുന്നു. അഭിവന്യ പള്ളിക്കപ്പുറം പിതാവാണ് അന്ന് രൂപതാധ്യക്ഷൻ. പിതാവിനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു. രാത്രിയിൽ അത്താഴം കഴിഞ്ഞുള്ള സമയത്ത് അരമന ചെന്നു. രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് പിതാവ് കിടക്കാനായിട്ട് പോകാൻ ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥന ചോദിച്ചു. പിതാവ് അല്പം എന്നെ നിരുത്സാഹപ്പെടുത്തി. ആരെങ്കിലും എന്തെങ്കിലും പിശാചെന്ന് പറയുമ്പോഴേ അച്ഛൻ അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകണ്ട, അവരുടെ തോന്നലായിരിക്കും. ഞാൻ പറഞ്ഞു, പിതാവ് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞു ഈ രീതി ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. പിതാവിൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവർ വന്നു. ഞാൻ അവരെ കുമ്പസാരിപ്പിക്കാനായിട്ട് ഒരുക്കി. ആ രീതിയിൽ സമയമെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഭാര്യ ഭർത്താവ് മാത്രമല്ല, വീട്ടിലെ മറ്റ് ചില മുതിർന്ന അംഗങ്ങളും കൂടെ ഒന്ന് കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് ഉള്ളിൽ വ്യക്തമായി. അതനുസരിച്ച് അന്ന് ഇവരെ കുമ്പസാരിപ്പിച്ചു. ഞാൻ പൊതുവായിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു. പിറ്റേ ആഴ്ചയിൽ വീണ്ടും വീട്ടിൽ മറ്റു കുടുംബാംഗങ്ങളെ കൂട്ടി വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വന്നു. അവരെയും കുമ്പസാരിപ്പിച്ച് ഒരുക്കി. അതിനുശേഷം ഈ വ്യക്തിയിലുണ്ടെന്ന് ഈ സ്ത്രീ പറയുന്നതായ പൈശാചിക അരൂപികളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സ്ത്രീയിൽ വലിയ വിടുതൽ കാണാൻ തുടങ്ങി, ആശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കൂടി ഇത് കുമ്പസാരിപ്പിക്കലും പ്രാർത്ഥിച്ചൊരുങ്ങലും ഈ ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചലും ആരംഭിച്ചു. ഏതാനും ആഴ്ചകൾ കൊണ്ട് ആ സ്ത്രീ സമ്പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് വന്നു. എൻ്റെ ശുശ്രൂഷ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ തമ്പുരാൻ വഴി തുറന്ന് വഴി തിരിച്ചുവിട്ട സംഭവമാണ് ഇത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞുള്ള ഈ ഒരു വചന പങ്കുവെക്കലിൽ അച്ഛൻ എന്തിനാണ് ഒരു പിശാചിനെ ബഹിഷ്കരിക്കുന്ന സംഭവം ഇങ്ങനെ പങ്കുവെക്കുന്നത് എന്ന്. നമ്മൾ ആരംഭത്തിൽ കാണുകയുണ്ടായി, ഈശോയുടെ ശുശ്രൂഷയിൽ അവിടുത്തെ ചങ്ക് നിറഞ്ഞു നിന്ന ചിന്ത ദൈവരാജ്യം എന്നുള്ളതാണ്. ആദ്യം അവിടുന്ന് വാ പൊടിച്ചത് മുതൽ
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരംഭിച്ചു. പിന്നീട് തൻ്റെ പ്രബോധനങ്ങളുടെ നിരവധിയായ അവസരങ്ങളിൽ ദൈവരാജ്യത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത്. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അനേക ഉപമകൾ ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. വിതക്കാരൻ്റെ ഉപമ, വിത്തുകളുടെ ഉപമ, കളകളുടെ ഉപമ, പുളിമാവിൻ്റെ ഉപമ, താലന്തുകളുടെ ഉപമ, കാര്യസ്ഥൻ്റെ ഉപമ, സ്വർഗവിരുന്നിൻ്റെ വിവാഹ വിരുന്നിൻ്റെ ഉപമ, ഇങ്ങനെയുള്ള നിരവധിയായ ഉപമകൾ മുഴുവൻ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം ഇപ്രകാരമാണ് എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് ഈശോ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വചനം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ വചന വിചിന്തനം ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെന്ന് നമ്മൾ പേരിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ് എന്ന് ഈശോ പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ് എന്ന് ഈശോ പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ വിതക്കാരൻ്റെ ഉപമ ഈശോ പറഞ്ഞു കഴിഞ്ഞ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിയുമ്പം കേട്ടവരൊക്കെ സന്തോഷത്തോടെ കഥ കേട്ട് തിരിച്ചുപോയി. പക്ഷേ ശിഷ്യന്മാർ കുറച്ച് പേർക്ക് മനസ്സിലായില്ല എന്താ ഈശോ ഉദ്ദേശിക്കുന്നുള്ളത്. ഈശോ പിന്നീട് തനിച്ചായപ്പോൾ ശിഷ്യന്മാർ ഈശ്വര പക്കലെത്തി ചോദിക്കുകയാണ്, കർത്താവേ, ഈ പറഞ്ഞ ഉപമയുടെ അർത്ഥം ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാമോ? അപ്പോഴാണ് ഈശോ ഈ മനോഹരമായ വചനം പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈശോ വിതക്കാരൻ്റെ ഉപമയെ വിശദീകരിക്കുകയാണ്. അവിടെ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഉപമ നന്നായിട്ട് അറിയാം. വിത്തുകൾ ചിലത് വഴിയരികിൽ വീണു, അത് പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി എന്നാണല്ലോ വിത്തുകൾ 4 അവസ്ഥയിൽ പെട്ടതിനെപ്പറ്റി പറയുമ്പോൾ 1-ാമത്തെ അവസ്ഥയെപ്പറ്റി ഈശോ പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനം ഈശോ പറയുന്നതും നമുക്കറിയാം. ദുഷ്ടൻ വന്ന് വചനത്തിൻ്റെ വിത്ത് അപഹരിച്ചു കൊണ്ട് പോകുന്നു എന്നാണ് പക്ഷികൾ കൊത്തിക്കൊണ്ട് പോകുന്നത് എന്നതിനെപ്പറ്റി അർത്ഥം ഈശോ പറയുന്നത്. ദുഷ്ടൻ എന്ന വാക്ക് ഈശോ അവിടെ ഉപയോഗിക്കുന്നത് പിശാചിനെ ഉദ്ദേശിച്ചാണ് നമുക്കറിയാം. ലൂക്കാസ് സുവിശേഷകൻ 8-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ഇതേ വചനം രേഖപ്പെടുത്തുമ്പോൾ പിശാച് വന്ന് മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് വചനത്തിൻ്റെ വിത്ത് അപഹരിച്ചു കൊണ്ട് പോകുന്നു എന്ന് തെളിച്ചു പറയുന്നുണ്ട്. വീണ്ടും കളകളുടെ ഉപമ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. അതും ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ ഈശോ ഉപയോഗിക്കുന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞ് ഈശോ പറയുന്ന അടുത്ത ഉപമയാണ് കളകളുടെ ഉപമ. അവിടെ വിത്ത്, നല്ല വിത്ത് ഗോതമ്പ് വിതച്ച് മുളച്ച് വളരുന്ന ഒരു കൃഷിയിടം ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ പറയുകയാണ്, കൃഷിക്കാരും ഉടമസ്ഥനും ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകൾ വിതച്ചു. ഈ ശത്രു ആരാണ് എന്ന് തുറന്നുള്ള വിശദീകരണ ഭാഗത്ത്, വ്യാഖ്യാന ഭാഗത്ത് ഈശോ പറയുന്നുണ്ട്. ഈശോ പറയുന്നു, ആ കളകൾ വിതച്ച ശത്രു പിശാചാണ്. അപ്പം ഇവിടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഈശോ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നിടത്ത് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും 1-ാമത്തെ ശത്രുവായിട്ട് ഈശോ ആവർത്തിച്ച് അടിവരയിട്ട് കാണിക്കുന്നത് സാത്താനെയാണ്. ഈശോ പിശാചിനെ ഇതുപോലെ ദൈവരാജ്യത്തിൻ്റെ ശത്രുവായിട്ട് കാണിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചേർത്ത് വായിക്കുന്നു, പിശാച് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ തലവനാണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള തിരുവചനങ്ങളിൽ അന്ധനും ഊമനുമായൊരു പിശാച് ബാധിച്ച് സൗഖ്യം കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർ ഫരിസയരും മറ്റും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്, ഇവൻ പിശാചുകളുടെ തലവനെ ബേൽസെബൂലിനെ കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതിനുള്ള മറുപടി കൊടുക്കുമ്പോൾ ഈശോ പറയുകയാണ്, സാത്താനെതിരെ പ്രവർത്തിച്ചാൽ, ഭിന്നിച്ചാൽ, സാത്താനെ ബഹിഷ്കരിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പോൾ സാത്താനെ ഈശോ കാണുന്നത് ഒരു രാജ്യത്തിൻ്റെ തലവനായിട്ടാണ്. ആ രാജ്യം നരകരാജ്യമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ ഈശോ തെളിച്ചു പറയുന്നത്, ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവാത്മാവിനെ കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുക വഴി ദൈവരാജ്യം കടന്നു വരുന്നു. അത് നരകരാജ്യത്തിൻ്റെ പരാജയമാണ്. വീണ്ടും ഈശോ അവിടെ തുറന്ന് ചേർത്ത് പറയുന്നുണ്ട്,
എന്നോട് കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ്. എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നാം ഓരോരുത്തരും നിലകൊള്ളണം, പ്രവർത്തിക്കണം എന്നത് ഈശോ ഒരു ഓപ്ഷന് നമുക്കില്ലാത്ത രീതിയിൽ, ഒരു ഒഴികഴിവിന് അവസരമില്ലാത്ത രീതിയിൽ പഴുതുകളെല്ലാം അടച്ച് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായിട്ട് നമ്മൾ ഈശോ പാദങ്ങളിലേക്ക് വരുമ്പം ഈശോ ആദ്യമേ അന്ന് അപ്പസ്തലന്മാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതായ ഈ നരകരാജ്യത്തിൻ്റെ നുഴഞ്ഞുകയറ്റം, പ്രവർത്തനങ്ങൾ, പിശാചിൻ്റെ ഇടപെടലുകൾ, ഇതേപ്പറ്റി നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചേ മതിയാവൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്നുള്ള ഈ വചന പങ്കുവെക്കലിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതായ ആ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചത്. അവിടെ നമ്മൾ കാണുകയുണ്ടായി, എൻ്റെ ആത്മീയ പിതാവായ മരിദാസച്ചൻ 3 കാര്യങ്ങളാണ് എന്നോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. ആ 3 കാര്യങ്ങളും പിന്നീട് ആ സംഭവം ഉണ്ടായതിനു ശേഷമുള്ള ഇതുവരെയുള്ള ഈ 20 വർഷങ്ങളുടെ ശുശ്രൂഷയിൽ മറ്റനേക അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ആഴപ്പെട്ട് ബോധ്യമായി, ഈ 3 കാര്യങ്ങളും മർമ്മപ്രധാനമാണ് ദൈവരാജ്യ അനുഭവത്തിൽ നമ്മൾ വളർന്നു വരാൻ. അല്ലെങ്കിൽ നരകരാജ്യത്തിൻ്റെ നുഴഞ്ഞുകയറ്റങ്ങളിൽ നിന്നും, കെട്ടുപാടുകളിൽ നിന്നും, പിടുത്തങ്ങളും തടസ്സപ്പെടുത്തലുകളിൽ നിന്നും ഊരി വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട മേഖലകൾ തന്നെയാണ് ഈ മരിദാസൻ എന്നോട് പങ്കുവച്ചത്, ആവശ്യപ്പെട്ടതായ കാര്യങ്ങൾ. അതായത്, 1, സഭയോട് ചേർന്ന് സഭയിൽ ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക. അതാണ് അച്ഛൻ പറഞ്ഞത്, അഭിയുന്ന പിതാവിൻ്റെ ആശീർവാദം മേടിക്കുക. നമ്മളൊക്കെ ആർക്കെങ്കിലും നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച്, ഒരു ആവേശമനുസരിച്ച്, നമ്മുടെ ഒരു തീക്ഷ്ണത വെച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്ന് ചെയ്യാനുള്ള ഒരു ശുശ്രൂഷയല്ല ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. അത് വ്യക്തിപരമായ പ്രവർത്തനങ്ങളുടെ, തീക്ഷ്ണതയുടെ, ഇഷ്ടങ്ങളുടെ തലമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള, നമ്മൾ ദൈവത്തോട് സഹകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. സഭയാണ് ഈശോ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ആടുകളെ നീ മേയ്ക്കുക എന്ന് പറഞ്ഞ് പത്രോസിനെ ചുമതലപ്പെടുത്തുക വഴിയായിട്ട്. അതുകൊണ്ട് ആ സഭയോട് ചേർന്ന് വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. 2ാമത്തെ കാര്യം, നമ്മൾ പാപ അവസ്ഥയിൽ തുടർന്നുകൊണ്ട് നമുക്കൊരിക്കലും പൈശാചികമായ ഇടപെടലുകളെ ഊരിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. നരകരാജ്യം വേര് പിടിച്ച് നിൽക്കുന്നിടത്ത്, അല്ലെങ്കിൽ കഠിനപ്പെട്ട് നിൽക്കുന്നിടത്ത് പാപത്തിൻ്റെ കല്ലിച്ച അവസ്ഥകൾ ഇളക്കിക്കളയാതെ നമുക്ക് നരകരാജ്യത്തിൻ്റെ വേരുകളെ പിഴുതു കളയാനായിട്ട് സാധിക്കുകയില്ല. 3ാമത്തെ കാര്യം, വ്യക്തിപരമായി നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച് അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കണം. ഈശോ മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ പിശാച് ബാധിതനായ മകനെയും കൊണ്ട് അപ്പൻ വരുന്നതായ രംഗം നമ്മൾ വായിക്കുമ്പോൾ അപ്പസ്തലന്മാർക്ക് അവനെ സുഖപ്പെടുത്താനായിട്ട് സാധിച്ചില്ല, പിശാചിനെ ഇറക്കിവിടാനായിട്ട് സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവന് സൗഖ്യം കൊടുത്തു. അന്ന് സായാഹ്നത്തിൽ ശിഷ്യന്മാർ ഈശോയുടെ പക്കൽ ചെന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ സാധിക്കാതെ പോയത്? ഈശോ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർക്കും പുറത്തു പോവുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമ്മുടെ ഉള്ളത്തെ നല്ല ദൈവം കൈപിടിച്ച് നടത്തുമ്പോൾ ഇന്ന് അവിടുന്ന് പങ്കുവെച്ചതായ, അവിടെ നമുക്ക് വെളിപ്പെടുത്തുന്നതായ ഈ വെളിച്ചത്തെ തുറന്ന് സ്വീകരിക്കാം. ഒരു നിമിഷം നമുക്ക് നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക. മുട്ടുകുത്താൻ പ്രേരണ കിട്ടുന്നവരങ്ങനെ ചെയ്യാം, എണീറ്റ് നിൽക്കാൻ സാധിക്കുന്നവരങ്ങനെ പ്രാർത്ഥനാപൂർവ്വം തുറക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മധ്യസ്ഥനായ യേശു ക്രിസ്തു വഴി അങ്ങയ്ക്കൊന്ന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.